സോറി, കൂട്ടി വിളിക്കാൻ നിന്റെ തന്തയുടെ പേര് എനിക്കറിയില്ല. സോറി, കൂട്ടി വിളിക്കാൻ നിന്റെ തന്തയുടെ പേര് എനിക്കറിയില്ല. ഹലോ ഗൈസ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അലൈറ്റ്മോഷനിൽ നമുക്ക് അതിനെ ട്രാക്ക് ചെയ്ത് കൊടുക്കാമെന്നുള്ളതാണ്. ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോസ് എഡിറ്റ് ചെയ്യുമ്പോൾ ഡയലോഗ്സിന് സബ് ടൈറ്റിൽസ് കൊടുക്കാറുണ്ട്. ആ ഒരു സബ് ടൈറ്റിൽ നമുക്ക് അതിനെ ട്രാക്ക് ചെയ്ത് കൊടുക്കാമെന്നുള്ളതാണ് നോക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമൊക്കെ നോക്കുകയാണെങ്കിൽ അതാണല്ലോ ട്രെൻഡിങ് എന്ന് പറയുന്നത്. അതിന് മുമ്പായിട്ട് നമ്മൾ റോഡ് ടു 50K സബ്സ്ക്രൈബേഴ്സിലോട്ടാണ്. എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഞാനും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 50K സ്പെഷ്യൽ വീഡിയോ ഒക്കെ വരുന്നുണ്ടാവും. എല്ലാവരും വെയിറ്റ് ചെയ്യുക. സോ നമുക്ക് എന്തായാലും വീഡിയോയിൽ കിടക്കാം. സോ ഞാനിവിടെ ഒരു വീഡിയോ ഇമ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് സംഭവം ഭയങ്കര സിമ്പിളാണ്. എല്ലാവരും ഒന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി. നമ്മൾ കീ ഫ്രെയിംസ് വെച്ചിട്ടാണ് ഇത് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗത്തായിട്ട് ഞാനൊരു മാർക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നാണ് എനിക്ക് ടെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സോ ഞാൻ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യാനായിട്ട് പോവാണ്. ഫോണ്ട് എന്ന് പറയുന്നത് ഗോതം ബോൾഡ് ആണ്. ഞാൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കളറൊന്ന് ഞാൻ വൈറ്റ് ആക്കുന്നുണ്ട്. ഓക്കെ, സോ ഞാനിവിടെ ഒരു ഡയലോഗ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിതിൻ്റെ ഒരു 24 PT കൊടുക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് സൈസ് കൂട്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഞാൻ ട്രാക്ക് ചെയ്യുന്നത് ഇയാളുടെ നീവിയുടെ ചിഹ്നമാണ്. അതായത് ഈ ഒരു താടിയാണ് ഞാൻ ട്രാക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അതാകുമ്പോൾ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. സോ നമുക്ക് എന്തായാലും ബോർഡേഴ്സ് ആൻഡ് ഷാഡോ എടുത്തതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒരു ഷാഡോ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. ഓക്കെ, ഇന്ന് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനതൊന്ന് വേണ്ട ഭാഗത്തോട്ടൊന്നും ഡ്രാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വേണ്ട ഭാഗത്തേക്കൊക്കെ ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും ട്രാക്ക് ചെയ്യാം. മൂവ് ആൻഡ് ട്രാൻസ്ഫോം എടുത്തതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പൊസിഷൻ ഉണ്ടല്ലോ, അതുമ്പോൾ ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഈ ഒരു സെൻറ്റർ ഭാഗം കിട്ടും. ഇതാ കണ്ടില്ലേ? അപ്പോൾ നമ്മൾ വീഡിയോയുടെ സെൻറ്റർ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു കുത്ത് കാണാനായിട്ട് വരും, ഒരു ഡോട്ട്. അതാണ് ഈ ടെക്സ്റ്റിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത്. അത് നമ്മൾ നേരെ പോയിട്ട് ഈ ഒരു ചിഹ്നിൽ കൊണ്ടുപോയിട്ട് അത് വെക്കുക. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു ചിഹ്ന് അവിടെ കറക്റ്റ് നമ്മളിത് അവിടെ ട്രാക്ക് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് നമ്മൾ കറക്റ്റ് ഒരുപാട് കീ ഫ്രെയിംസ് ചിലപ്പോൾ ആഡ് ചെയ്യേണ്ടി വരും. എല്ലാവരും ടൈം ആൻഡ് എഫേർട്ട് എടുത്തിട്ട് ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കാം. സോ ഞാൻ അവിടെ ഒരു ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്ക് വരിക. ആദ്യം ഒന്ന് ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ബാക്ക് വരിക. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് കീ ഫ്രെയിംസ് ആഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ മൂവ് ആൻഡ് ട്രാൻസ്ഫോം എടുത്തതിന് ശേഷം സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. അത് ഇളകുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾ കീ ഫ്രെയിം ആഡ് ചെയ്യുക. കറക്റ്റ് ആ ഒരു ചിഹ്ന്, ആ ഒരു സെൻറ്റർ ഭാഗത്ത് കറക്റ്റ് ചിഹ്ന് നിങ്ങൾ മനസ്സിൽ ശ്രദ്ധിക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മളിതിൽ ഗ്രാഫൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അതിൻ്റെ കൂടെ എങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ നിങ്ങൾക്കൊന്ന് പെട്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സ്പീഡിൽ ചെയ്യുന്നത്. നിങ്ങൾ ടൈം ആൻഡ് എഫേർട്ട് എടുത്തിട്ട് നല്ല രീതിയിൽ ട്രാക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഭയങ്കര സിമ്പിളാണ്. പിന്നെ അധികം പണിയൊന്നും വരുന്നില്ല. ജസ്റ്റ് നമ്മൾ കുറച്ച് കീ ഫ്രെയിംസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ ഫൈൻ, ഞാനിപ്പോൾ ജസ്റ്റ് അതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഇനി കണ്ടോ, ആ ഒരു ചിഹ്നിനനുസരിച്ചിട്ട് നമ്മൾ ആ ഒരു ഡയലോഗ് ഇവിടെ വരുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതും ഒരു ടെക്സ്റ്റും നമ്മുടെ വീഡിയോയും കൂടിയിട്ട് ഗ്രൂപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഗ്രൂപ്പ് ചെയ്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടി സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഇത് രണ്ടും കൂടിയിട്ട് ഗ്രൂപ്പായി കിട്ടും. പക്ഷേ നമുക്ക് ക്രോപ്പും കൂടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക. അതിനുശേഷം 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്തിട്ട് സ്ട്രെച്ച് ടു സ്ക്രീൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. വേണ്ട ഭാഗത്തൊക്കെ ഡ്രാഗ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു 3 ലെയേഴ്സും കൂടിയിട്ട് നമ്മൾ ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ചെയ്യുക. രണ്ടാമത്തെ ഓപ്ഷൻ. ഓക്കെ, ഇപ്പോൾ നമുക്കിത് ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് ക്രോപ്പ് ചെയ്യാനായിട്ട് പറ്റും. കണ്ടോ, സിമ്പിളായിട്ട് ക്രോപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ ഫൈൻ. ഇനി നമുക്കിതിൽ വേണമെങ്കിൽ ഒരു എഫക്റ്റൊക്കെ ആഡ് ചെയ്യാം. വേവ് ആപ്പ് വെച്ചിട്ട് നമുക്ക് എഫക്ട്സൊക്കെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ പ്രിവ്യൂലൊരു എഫക്റ്റ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ തന്നെ ഒരു എഫക്റ്റ് ആഡ് ചെയ്യാനായിട്ട് പോവാണ്. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ടെക്സ്റ്റ് ആനിമേഷൻ ബൈ ഇതിൽ വേവ് ആപ്പ് വെച്ചിട്ടൊരു എഫക്റ്റ് ഉണ്ട്. കണ്ടോ, എൻ്റെ പ്രിവ്യൂ എന്നൊക്കെ എഴുതി കാണിക്കുന്ന ഒരു എഫക്റ്റിൽ ജസ്റ്റ് ഇങ്ങനെ തുള്ളി കളിക്കുന്ന ഒരു സംഭവം ഉണ്ടാവും.
അത് ഞാൻ 2 എഫക്ട്സ് ആണ്, അത് രണ്ടും കൂടിയിട്ട് ഞാൻ കോപ്പി ചെയ്തിട്ട് ആ ഒരു വീഡിയോയിൽ കൊണ്ടിട്ട് പേസ്റ്റ് ചെയ്യാണ്. ഓക്കെ ഫൈൻ. ഇത് നല്ല രീതിയിൽ തുള്ളി കളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മാറ്റണം എന്നുണ്ടെങ്കിൽ എഫക്റ്റിൽ പോയിട്ട് ഫ്രാക്ചൽ വാപ്പ് എടുത്തതിന് ശേഷം മാഗ്നിറ്റ്യൂഡ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് 15 ഒരു 10 കൊടുക്കുക. അപ്പോൾ നമുക്കധികം അറിയാനായിട്ട് പറ്റില്ല. ഞാൻ ജസ്റ്റ് ഒന്നും കൂടി പ്ലേ ചെയ്ത് കാണിച്ചു തരാം. സോറി. കണ്ടോ? അപ്പോൾ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ വീഡിയോസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു ഫ്രാക്ചൽ വാപ്പ് എന്ന് പറയുന്നത് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അത് ആഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവുന്നത് മാത്രം. ഒരു ബാഡാസ് വീഡിയോസൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. പിന്നെ റൊമാൻറ്റിക് വീഡിയോ ആണെങ്കിൽ ഇങ്ങനത്തെ എഫക്ട്സ് ഒന്നും ആഡ് ചെയ്യാണ്ടിരിക്കുക. ഒരു പ്ലെയിൻ ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾ ശ്രദ്ധിക്കുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. സി നെക്സ്റ്റ് ടൈം. ബൈ.